ഈ വർഷം പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾ സാധാരണ ഒരു വീഡിയോ നിങ്ങൾ തന്നെ കാണരുത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ CUT എക്സാമിനെ പറ്റി 2026 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ, നിർബന്ധമായും കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ പറ്റി, നിങ്ങളുടെ കരിയറിനെ പറ്റി എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫോ നിങ്ങളുടെ തോട്ടോ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഒക്കെ മാറാൻ സാധ്യത ഉണ്ടായിരിക്കും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ. സോ ബേസിക്കലി എന്താണ് CUT, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അല്ലേ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ വരെ ചിലപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ കേട്ട് പരിചയമില്ലാത്ത ഒരു സാധനം. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ പറയുകയും നിങ്ങളെ പല ഫ്രണ്ട്സും എന്താണ് പറഞ്ഞു കേൾക്കുകയും അവരൊക്കെ എഴുതി ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായി മാറിക്കാണ് അവർ. ഇപ്പോൾ നമ്മൾ പോകേണ്ട ബാച്ചിലാണ് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും ജാനുവിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. സോ എന്താ ഞാൻ സാർ ഈ CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ്, അതായത് നമ്മളെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നമ്മൾ എഴുതുന്ന എൻട്രൻസ് എക്സാം ആണ് JEE എക്സാം അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി MBBS അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതുന്ന എക്സാം ആണ് നീറ്റ് എക്സാം. രണ്ടും നടത്തുന്ന ആരാ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് NT ആണ് അല്ലേ? എന്നാൽ ഈ രണ്ട് എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന ഭാവിയിൽ ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞാൽ വെരി സൂൺ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന രജിസ്റ്റർ ചെയ്യുന്ന എക്സാമായി മാറുന്ന ഒരു എക്സാമാണ് എന്ത്? CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അതായത് ഇന്ത്യയിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും അല്ലാത്ത ബാക്കി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷന് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് എന്താ ഈ പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസസ് ആൻഡ് ടോപ്പ് കോളേജസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജിലേക്കാണ് ഈ CUT വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇതിന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്ലസ് ടുവിൻ്റെ മാർക്കൊക്കെ വേണ്ടേ? ഒക്കെ ഞാൻ പറഞ്ഞു കേൾക്കുക. എന്താണ് CUT, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക, എപ്പോഴാണ് പരീക്ഷ നടക്കുക, എന്തൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റിനാണ് കിട്ടുക, എങ്ങനെ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ്, പരീക്ഷ എന്ന് നടക്കും, എന്ന് അഡ്മിഷൻ കിട്ടും, കംപ്ലീറ്റ് കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളെ പ്ലസ് ടു പഠിക്കുന്ന ഫ്രണ്ടിന് ഇതൊന്ന് അയച്ചു കൊടുക്കണം. കാരണം ഞാൻ എല്ലാ തമാശ പറയുന്ന പോലെ ഞാൻ എപ്പോഴും പ്ലസ് ടു പഠിക്കുന്ന ആൾക്കാർ ഞാൻ സീരിയസ് ആയി പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കരിയറിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇത് കഴിയാണ്, സ്കൂൾ കഴിയുക. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ത്രില്ലായിരിക്കും, പക്ഷേ നമ്മൾ ചില നമ്മളെ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ കരിയറിനെ പറ്റി നിങ്ങൾ മാറ്റി വെക്കണം. ആ ഒരു സമയത്തേക്ക് ഈ വീഡിയോ നിങ്ങൾ കണക്കാക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. നമ്പർ 1 ശ്രദ്ധിച്ചോ, എന്താണ് അതായത് ഈ അറൗണ്ട് 250ഓളം യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് എന്തിലൂടെയാണ്? CUT-ലേക്ക്. അതിൽ ഏതൊക്കെയുണ്ട്? അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി എല്ലാം കൂടി ചേർന്നതാണ് 250 യൂണിവേഴ്സിറ്റി. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എവിടേക്കാരോ? നമ്മൾ ഫോക്കസ് ഇന്ത്യയിൽ ആ 44 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി. എന്നാൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സവിശേഷത, പലപ്പോഴും കുട്ടികൾ, നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യം എന്താ, ഞാൻ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി പോവാം. എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ് കിട്ടാൻ, ഏറ്റവും മികച്ച ഫാക്കൽറ്റി, ഏറ്റവും മികച്ച സൗകര്യം, ഏറ്റവും മികച്ച ലൈബ്രറി, ഏറ്റവും മികച്ച തൊഴിലവസരം, അതായത് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒക്കെ നടക്കാൻ വേണ്ടി അല്ലേ? ഇതൊക്കെ കിട്ടും ചെറിയ ഫീസിൽ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകർക്ക്, ഇന്ത്യക്ക് ഏറ്റവും മികച്ച ഗവൺമെൻറ് എല്ലാ സഹായത്തോടു കൂടിയും ഒരു NIT IIT ക്യാമ്പസ് പഠിക്കുന്ന അതേ സൗകര്യത്തോടു കൂടി പഠിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ വരികയാണെങ്കിൽ നോക്കി, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഈ ക്യാമ്പസിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്ത വീഡിയോ ഇതിലുണ്ട്, നമ്മുടെ ചാനലൊന്ന് കയറി നോക്കി കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് പണ്ട് നമ്മളെ പ്ലസ് ടു മാർക്ക് വെച്ചിട്ടായിരുന്നു അഡ്മിഷൻ കിട്ടുക. ഇപ്പം അങ്ങനെയല്ല, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് എന്താ കിട്ടാൻ വേണ്ടി പോകുന്നത്, അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രധാനമായും അതിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം പണ്ടൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആയിരുന്നു, പക്ഷേ ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. എഡ്യൂപോൺ കൃത്യമായ രീതിയിൽ ഈ എക്സാം എഴുതാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സാധിക്കും. സോ ബേസിക്കലി 3 രീതിയിലാണ് എക്സാം പാറ്റേൺ നടക്കുന്നത്. അതായത് ഒന്ന് ഇതാണ് സെഷൻ 1, സെഷൻ 2, സെഷൻ 3, ഇങ്ങനെ 3 സെഷൻസ് ആയിട്ടാണ് എക്സാം നടക്കുക. അതിൽ ഒന്നാമതാണ് ലാംഗ്വേജ് ടെസ്റ്റ്. ഏകദേശം 13 ലാംഗ്വേജസ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡൊമൈൻ സബ്ജക്ട് നിങ്ങൾ ഏതാണോ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് ആണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലെ, ഹോണേഴ്സ് ഫിസിക്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി ആണ്, അല്ലെങ്കിൽ മാത്സ് ആണ്, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരാണ് അക്കൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ആണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ്. ഇനി ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആളുകൾക്ക് പൊളിറ്റിക്സ് ആണ്, ഹിസ്റ്ററി ആണ്, സോഷ്യോളജി ആണ്, സൈക്കോളജി ആണ്. അതൊക്കെ എവിടെയാണ്? ഈ ഡൊമൈൻ സബ്ജക്റ്റ് അതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ നോക്കാൻ വേണ്ടി പോകണം. അപ്പോൾ CUT എക്സാം എഴുതുന്ന ആളുകൾ ഏറ്റവും ബേസിക് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും മിനിമം എത്ര പേപ്പർ എഴുതിയിരിക്കണം? ഈ പറയുന്ന 3 പേപ്പർ എഴുതിയിരിക്കണം. മാക്സിമം എത്ര അത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ഈ ലാംഗ്വേജ് ടെസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? 13 ലാംഗ്വേജസ് ആണ് അതിലുണ്ടായിരിക്കുക. നിങ്ങൾ എക്സാം പോലെ തന്നെ എഴുതേണ്ടതാണ് ഈ 13 ലാംഗ്വേജും. ഇതിലും 13 നിങ്ങൾ എഴുതേണ്ട,
ഒന്ന് എഴുതിയാൽ മതി. അത് ചില കോളേജ് നിർബന്ധമായും എന്ത് ഡിമാൻഡ് ചെയ്യും? ഇംഗ്ലീഷ് ഡിമാൻഡ് ചെയ്യും. അപ്പം നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാണിക്കും അവർ ഏത് സബ്ജക്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതൊക്കെ ആ സമയം നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, മലയാളത്തിൽ എഴുതട്ടോ, മലയാളം എടുക്കുന്ന കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും എനി ലാംഗ്വേജ് നിന്ന് സെലക്ട് ചെയ്യുന്ന കോളേജ് ഉണ്ട്. അപ്പോൾ ചില കോളേജ് എന്ത് ചെയ്യാറുണ്ട്? ഇംഗ്ലീഷ് നിർബന്ധമാക്കാറുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏതാ സെലക്ട് ചെയ്യുന്നത്? ഇവിടുന്ന് ഇംഗ്ലീഷ് 13ഓളം ലാംഗ്വേജ് ഉണ്ട്. നമ്മളെ മലയാളം ഉൾപ്പെടെ 13ഓളം ലാംഗ്വേജ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ ക്ലിയർ ആയല്ലോ. രണ്ടാമതാണ് ഡൊമൈൻ സബ്ജക്ട് ആസ് പെർ ദ ക്ലാസ് 12 സിലബസ് ഓൺലി. അല്ലേ, നിങ്ങൾ എന്താണോ പ്ലസ് 2 പഠിച്ചത് അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി സാധിക്കുക. അല്ലേ, അപ്പോൾ നിങ്ങൾ പ്ലസ് 2 പഠിച്ചെന്ന ഫോർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇനി ഫിസിക്സ് ആണ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടത് UG ഫിസിക്സ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എന്ത് സബ്ജക്ട് എഴുതിയിരിക്കണം? ഫിസിക്സ് എഴുതിയിരിക്കണം. അല്ലേ, കെമിസ്ട്രി എഴുതിയിരിക്കണം, ബയോളജി, മാത്സ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എഴുതിയിരിക്കണം. ഇനി നിങ്ങൾക്ക് UGയിൽ നിങ്ങൾ അക്കൗണ്ട്സ് പഠിക്കാൻ പോവാ. അക്കൗണ്ട്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ +2 ഡൊമൈൻ സബ്ജക്റ്റ് ഏതാ എടുക്കേണ്ടത്? അക്കൗണ്ടൻസി ആണ്. ഇനി പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സ് എടുക്കണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഡൊമൈൻ സബ്ജക്റ്റ് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ സബ്ജക്റ്റിനായിരിക്കും നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുക? UGക്ക് ഡിഗ്രിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? പഠിക്കാൻ വേണ്ടി സാധിക്കുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BSc ഫിസിക്സ് ഓണേഴ്സ് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെയുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ആ കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഫിസിക്സ് എടുക്കണമെങ്കിൽ എന്ത് എക്സാം എഴുതിയിരിക്കണം? മാത്സും എഴുതിയിരിക്കണം, ഫിസിക്സും എഴുതിയിരിക്കണം. ഫിസിക്സ് മാത്രം പോരാ, മാത്സും എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചില അതത് ഗവൺമെന്റ് അതത് കോളേജുകൾ ഡിമാൻഡ് ചെയ്യുന്ന ചില ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ അതത് സമയത്ത് ഞങ്ങൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് വേണം. കാരണം ഇവിടെ നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് ഇതിന്റെ ബേസിലായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിലേക്ക് ആ സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി ഹിസ്റ്ററി ആണെങ്കിൽ എന്ത് മാത്രം മതി? ഹിസ്റ്ററി മാത്രം മതി. അപ്പോൾ ചില സബ്ജക്റ്റിന് അവർ എന്ത് ചെയ്യാറുണ്ട്? ചില കോളേജ് പ്രത്യേക ക്രൈറ്റീരിയ വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡൊമൈൻ സബ്ജക്റ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഏത് ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? ഡൊമൈൻ സബ്ജക്റ്റായി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമതാണ് എന്താ? ഈ പറഞ്ഞ ജനറൽ ടെസ്റ്റ്. അല്ലെ, നമ്മളിത് PSC ഒക്കെ കാണുന്ന ചില ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾ ഇപ്പോൾ NMMSO അല്ലെങ്കിൽ പണ്ട് USSO അല്ലെങ്കിൽ അതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ മാറ്റ് എന്ന് പറയാം. അല്ലേ, മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. മാറ്റിന് മറ്റൊരു രൂപയാണ് എന്താ? ഈ ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞത്. ഇതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്. അല്ലേ, അപ്പോൾ നമ്മൾ പണ്ട് പറയാറില്ലേ പിന്നെ എന്താണ് ഇയാൾക്ക് ഇത്ര വയസ്സാണ് എങ്കിൽ ഇയാൾ എത്ര ടൈം ആണെങ്കിൽ അപ്പോൾ നമ്മൾ PSC ചോദ്യങ്ങൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറല്ലേ. അതുപോലെ തന്നെ ത്രികോണങ്ങൾ തന്നിട്ട് ചില മെന്റൽ എബിലിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, ഇതിലുണ്ടായിരിക്കുക. ഇത് കുറച്ചധികം നിങ്ങൾ പഠിച്ചിട്ട് എസ്പെഷ്യലി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്സും റീസണിങ് ഒക്കെ കുറച്ച് പുറകെയായിരിക്കും. കാരണം നമുക്കത് ചെയ്യാൻ കുറവായിരുന്നല്ലോ. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ ഈ ഭാഗത്ത് എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധ കൊടുക്കണം. പലരുടെയും മാർക്ക് നന്നായി കുറയുന്ന ഒരു മേഖലയാണ് എസ്പെഷ്യലി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ മാർക്ക് കുറയുന്ന ഒരു മേഖല. ഈ മേഖല ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനം നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? മൂന്ന് രീതിയിലാണ് എക്സാം നടക്കുക. ഏറ്റവും മിനിമം 3 പേപ്പറാണ്. ഒരു ലാംഗ്വേജ് ചെയ്തിരിക്കണം, ഒരു ഡൊമൈൻ സബ്ജക്ട് ആൻഡ് ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ ഡൊമൈൻ സബ്ജക്ട് കോളേജ് ഡിമാൻഡ് ചെയ്യുന്ന എത്രയാണോ ചിലപ്പോൾ 2 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ 2 നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. റെഡി, ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ഡ്യൂറേഷനും മാർക്ക് സ്ക്യൂവുമായി ബന്ധപ്പെട്ട എക്സാം ഡ്യൂറേഷൻ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുക. 60 മിനിറ്റ് ആയിരിക്കും ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുക. അതായത് നിങ്ങൾ ലാംഗ്വേജ് ചെയ്താണെങ്കിൽ ലാംഗ്വേജിന് 1 മണിക്കൂർ തരും. ഡൊമൈൻ സബ്ജക്ട് എഴുതാണെങ്കിൽ ഇപ്പോൾ മാത്സ് എഴുതാൻ വേണ്ടി പോകുകയാണെങ്കിൽ മാത്സിന് 1 മണിക്കൂർ തരും. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന് 1 മണിക്കൂർ തരും. അതുപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെങ്കിൽ അതിന് 1 മണിക്കൂർ തരും. ഇതെല്ലാം കൂടി ഒരു ദിവസം ഉണ്ടാവും കേട്ടോ. ഓരോ ദിവസമായിരിക്കും ഈ ഓരോ പരീക്ഷ ഉണ്ടാവുക. അത് നിങ്ങൾ പേടിക്കേണ്ട. രണ്ടാമത്തെ കാര്യം 50 ക്വസ്റ്റ്യൻ ഇൻ ഈച്ച് സെക്ഷൻ. ഓരോ സെക്ഷന് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് ലൈക്ക് ലാംഗ്വേജ് ആണെങ്കിൽ 50 ഉണ്ടായിരിക്കും, ഡൊമൈൻ സബ്ജക്ട് 50 ആയിരിക്കും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അല്ലേ, ഇനി എങ്ങനെയാ? ഇനി ഇതിന്റെ മാർക്ക് ഒരു ശരി ഉത്തരത്തിൽ നിങ്ങൾക്ക് 5 മാർക്കാണ്. ഇപ്പം നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം ശരിയാക്കി എത്ര പോയിന്റ് 5 കിട്ടി. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ശരിയാക്കി എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക് കിട്ടി. മൂന്നാമത്തെ നിങ്ങൾ ശരിയാക്കി എത്ര കിട്ടി? 5 മാർക്ക് കിട്ടി. എന്നാൽ നാലാമത്തെ നിങ്ങൾ തെറ്റിക്കുമ്പോൾ -1 ഒരു മാർക്ക് അവിടെ കുറയും. അല്ലേ, അപ്പോൾ നിങ്ങൾ എത്ര മാർക്കപ്പോൾ ആയത്? 15 മാർക്ക് കിട്ടേണ്ടത് നിങ്ങൾ എത്ര മാർക്കായി മാറിപ്പോത്? 14 മാർക്കായി. അല്ലേ, ഒരു മാർക്ക് എന്ത് ചെയ്തു? -1 അവിടെ പോയി. ഈ രീതിയിലാണ് ഇതിൻ്റെ മാർക്ക് ഉണ്ടായിരിക്കുക. അതായത് ഒരു സബ്ജക്റ്റിനോ മാക്സിമം എത്ര മാർക്ക് കിട്ടുക? 250 മാർക്കാണ് ഒരു സബ്ജക്റ്റ്, അതായത് ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവുക. കറക്റ്റ് മനസ്സിലാക്കുക. റെഡി, ഇനി നോക്കി നിങ്ങൾ ഇനി എത്ര നമ്പർ ഓഫ് പേപ്പേഴ്സ്? അതായത് 5 പേപ്പറാണ് മാക്സിമം എഴുതാൻ വേണ്ടി സാധിക്കുക. ഇത് 5 പേപ്പർ എന്ന് പറഞ്ഞാൽ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, പിന്നെ ആദ്യം ലാംഗ്വേജ് 1 എടുത്തു, ഒരു പേപ്പർ ലാംഗ്വേജ് എടുത്തു, പിന്നെ ഡൊമൈൻ സബ്ജക്റ്റ് നമുക്ക് 1 എടുക്കാം, അതുപോലെ തന്നെ എന്താണ് പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പിന്നെ 1 എടുത്ത്. അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. അല്ലേ, അപ്പോൾ ടോട്ടൽ 3 ഡൊമൈൻ സബ്ജക്ട് നിങ്ങൾക്ക് എഴുതാം. ഒരു ലാംഗ്വേജ് മസ്റ്റാണ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മസ്റ്റാണ്. അപ്പോൾ 1ഉം 2ഉം അവിടെ കഴിഞ്ഞു. ബാക്കി വേണമെങ്കിൽ 3 ഡൊമൈൻ സബ്ജക്ട് വരെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലോ വേണമെങ്കിൽ ഹിസ്റ്ററി എഴുതാം, പൊളിറ്റിക്സ് എഴുതാം,
അല്ലെങ്കിൽ എന്താണ് സൈക്കോളജി വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ സോഷ്യോളജി എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടുകയാണ് അവിടെ പോകാലോ. ഇനി അതുപോലെ സയൻസ് എടുക്കുന്ന കുട്ടിയാണെങ്കിലോ നിങ്ങൾ ഫിസിക്സ് വേണമെങ്കിൽ എഴുതാം, കെമിസ്ട്രി വേണമെങ്കിൽ എഴുതാം, മാത്സ് വേണമെങ്കിൽ എഴുതാം. ഇനി കൊമേഴ്സ് പഠിക്കുന്ന ആളാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എഴുതാം, പിന്നെ അക്കൗണ്ടൻസി എഴുതാം, എക്കണോമിക്സ് എഴുതാം. പൊളിറ്റിക്സുകാർക്ക് പിന്നെ നമ്മളെ ഹ്യൂമാനിറ്റീസുകാർക്ക് എന്ത് എഴുതാം, എക്കണോമിക്സ് എഴുതാം. അപ്പം 3 സബ്ജക്റ്റ് അവിടെ എഴുതാം. ഇത് മാക്സിമം ആണ്, അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, എഴുതാൻ സാധിക്കില്ല. മിനിമം എത്ര എഴുതണം, മിനിമം 3 എണ്ണം. അതായത് ഇതൊന്നും ഈ ലാംഗ്വേജും ജനറൽ ആപ്റ്റിറ്റ്യൂഡ്സ് എന്താണ് മാൻഡേറ്ററി ആണ്. ഇതിൻ്റെ കൂടെ ഒരു ഡൊമൈൻ സബ്ജക്റ്റ് അടക്കം മിനിമം 3 എണ്ണം, മാക്സിമം എത്രയാണ് 5 എണ്ണമാണ്. 5 പേപ്പറാണ് എഴുതാൻ കഴിയുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്, ഇനി ഓൺലൈൻ മൂലം അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എക്സാം നടക്കാൻ വേണ്ടിയത്. അപ്പോൾ മുൻ വർഷങ്ങളൊക്കെ ഓഫ്ലൈൻ ആയിട്ട് പരീക്ഷ നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഇനി അങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് എന്തായിരിക്കും ഈ ഓൺലൈനായിട്ട് ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ അറിയിക്കും. ചിലപ്പോൾ ഓരോ വർഷം ചിലപ്പം മാറ്റാറുണ്ട്. ഒരുപാട് ആളുകൾ എക്സാമിന് വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, മാറ്റാറുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. റെഡി? അപ്പോൾ എക്സാമിന് മുമ്പ് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ആർക്കാണ് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കുക? സോ ബേസിക്കലി +2 പാസ്സായ ഏതൊരാൾക്കും, +2 പാസ് മാർക്കുള്ള ഏതൊരാൾക്കും ഈ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. ഇത്ര ശതമാനം മാർക്കൊന്നും ഇവിടെ കാര്യമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജയിച്ചാൽ മതി അല്ലേ, നിങ്ങൾ ഒന്ന് പാസ്സായാൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്നുള്ളത്. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു BSc മാത്സിന് കിട്ടണമെന്ന് വിചാരിക്കും. മാത്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ബാക്കി പല സബ്ജക്റ്റ് മാർക്ക് കുറവ്. മാത്സ് നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, 200 മാർക്ക് മാത്സിലുണ്ട്. അല്ലെങ്കിൽ അക്കൗണ്ടൻസിക്ക് നല്ല മാർക്ക്, പക്ഷേ ബാക്കി അതിന് മാർക്ക് കുറവാണ്. അങ്ങനെ നിങ്ങളൊരു കേരളത്തിലൊരു കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ നിങ്ങളെ മൊത്തം മാർക്ക് നോക്കുമ്പോൾ കമ്പാരിറ്റീവ് മാർക്ക് കുറവായിരിക്കും, അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ CUT വഴി ഇതാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മാത്സ് മാത്രം ഇഷ്ടമെങ്കിൽ മാത്സ് മാത്രം പഠിച്ചാൽ മതി. എന്ത് മാത്രമേ ചോദിക്കുള്ളൂ, +2 സിലബസ് നിന്ന് മാത്രമേ ചോദ്യം വരുള്ളൂ, +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമേ ചോദ്യം വരുള്ളൂ. അപ്പോൾ മാത്സ് ഇഷ്ടമുള്ള ആൾക്ക് മാത്സ് മാത്രം എഴുതാം, ഫിസിക്സ് ഇഷ്ടമുള്ള ആൾക്ക് ഫിസിക്സ് മാത്രം എഴുതാം. ഇനി കൊമേഴ്സിലെ പിന്നെ ബിസിനസ് സ്റ്റഡീസോ അക്കൗണ്ടൻസി ഇഷ്ടമുള്ള ആൾക്ക് ആ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ മാർക്ക് മാത്രം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അഡ്മിഷൻ തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സബ്ജക്റ്റ് ഓറിയൻ്റായിട്ട് പഠിക്കാനും അവിടേക്ക് എത്താനും കുറച്ചും കൂടി എളുപ്പമല്ലേ CUT വഴി? എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇത് എക്സാം എഴുതാണ്, CUT എക്സാം എഴുതാൻ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ജസ്റ്റ് +2 പാസ്സായാൽ മതി. പക്ഷേ എന്നാലോ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല യൂണിവേഴ്സിറ്റികളും പല ക്രൈറ്റീരിയകളും പറയാൻ മതിയാവും. ചില യൂണിവേഴ്സിറ്റി എന്ത് പറയാറുണ്ട്, ഡൽഹിയൊക്കെ പണ്ട് പിന്നെ 50% 60% നിങ്ങൾക്ക് +2 മാർക്ക് വേണമെന്ന് പറയാറുണ്ട് ചില യൂണിവേഴ്സിറ്റികൾ. അതും വർഷമായി അവിടെ ക്രൈറ്റീരിയ ചിലപ്പോൾ മാറാറുണ്ട്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇന്ന മാത്രം മാർക്ക് +2 നിങ്ങൾക്ക് കിട്ടിയിരിക്കണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ പ്രോസസ് എടുക്കുകയുള്ളൂ. അത് വളരെ റയർ 1-2 യൂണിവേഴ്സിറ്റിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ കറക്റ്റ് വരുമ്പോൾ അതും ഈ ചാനൽ വഴി നിങ്ങൾ അറിയിക്കും. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അടുത്ത വർഷം എഴുതാൻ വേണ്ടി പോകുന്ന പരീക്ഷയാണ്. റെഡി? ഇനി അടുത്ത് എന്താ പറയുക, എക്സാം ടൈം എങ്ങനെ, അല്ലെങ്കിൽ എക്സാം എങ്ങനെ, നമ്മൾ ഏത് സമയത്താണ് എക്സാം വരിക? എക്സാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പരിപാടി, ഇതിനൊരു രജിസ്ട്രേഷൻ ഡേറ്റ് വരും. മിക്കവാറും എല്ലാ വർഷവും ഫെബ്രുവരി മാസം ആകുമ്പോഴാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയം വരിക. അത് നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയം വരിക. അത് നമ്മുടെ NTA വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ, CUT NTA വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു, ഡൊമൈൻ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഫീസ് അടയ്ക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ചോ, ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി ടു മാർച്ച് മാസത്തിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരിക. മിക്കവാറും മാർച്ച് മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാ സമയം കഴിയും. പിന്നെ വരാൻ വേണ്ടി പോകുന്ന മെയ് മാസമായിരിക്കും ഇതിൻ്റെ പരീക്ഷ. മെയ് മാസം ഒരു 20-നും അങ്ങ് പരീക്ഷ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ മെയ് മാസം 20 മുതൽ ഒരു 30-നുള്ളിൽ പരീക്ഷ കഴിയും, അല്ലെങ്കിൽ ഒരു മെയ് ടു ഒരു ജൂൺ 10 to 15 പരീക്ഷ കഴിയും. ഇതായിരിക്കും മാക്സിമം പരീക്ഷ ഡേറ്റ് കേട്ടോ. ജൂൺ മാസം 10-15 ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പരീക്ഷ എന്ത് ചെയ്യും, എല്ലാ പരീക്ഷയും കഴിയും. അതായത് CUTയുടെ മൊത്തം എക്സാം അവർ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വരാൻ വേണ്ടി പോകുന്ന എക്സാമിൻ്റെ റിസൾട്ടാണ്. റിസൾട്ട് വരെ മിക്കവാറും ഒന്നെങ്കിൽ ജൂൺ മാസം ലാസ്റ്റ് വരും, ജൂൺ 30 അല്ലെങ്കിൽ എന്ത് ചെയ്യും, ജൂലൈ ഒരു 10-നുള്ളിൽ എന്ത് വരും, റിസൾട്ട് വരും. ജൂലൈ മാസം ഒരു 31 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ എന്ത് ചെയ്യാം, CUT റിസൾട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ ഇത് ഞാനൊരു ചെറിയ കാര്യമല്ല പറയുന്നത്, സീരിയസ് ആയ കാര്യമാണ്. ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുന്ന ഏറ്റവും ഒരു സുവർണാവസരമാണെന്ത്, ഈ CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ക്രൈറ്റീരിയ നോക്കി നിങ്ങൾ, ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, ഓരോ കോളേജിലേക്കും എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ കോളേജിന് കട്ട് ഓഫ് മാർക്ക് എല്ലാ വർഷവും വ്യത്യാസം. അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് ആയിരുന്നില്ല കഴിഞ്ഞ വർഷം. ഓരോ വർഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ആ മാർക്ക് വെച്ചിട്ടാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ മാർക്കുമായിട്ട് ഇതിനെന്തില്ല, ഒരു ബന്ധവുമില്ല.
സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 1250 ആയിരിക്കും ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. അതായത് 5 സബ്ജക്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ 250 ഇൻറ്റു 5 ചെയ്താൽ എത്ര കിട്ടും? 1250 ആണ് ടോട്ടൽ കിട്ടാൻ വേണ്ടി പോകുന്ന മാർക്ക്. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലേക്കും പെർസെൻറ്റൈലും വരും, പെർസെൻറ്റേജും വരും. ഇത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് അതത് കോളേജുകൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് മാർക്കിനെ പറ്റി ഒന്നും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാക്സിമം പഠിച്ച് എക്സാം അങ്ങ് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് നമുക്ക് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്ത് വലിയൊരു സാധനമാണ്. എങ്ങനെയാണ് CUT എക്സാമിന് പ്രിപ്പയർ ചെയ്യുക? CUT എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക്, NCERTയുടെ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്കൂളിലൊക്കെ പ്രൈവറ്റ് പബ്ലിക്കേഷൻസ് പ്രിന്റ് ചെയ്യുന്ന ബുക്കായിരിക്കും. ചിലപ്പോൾ സിലബസ് ഒക്കെ സെയിം ആയിരിക്കും, അതിലൊന്നും വ്യത്യാസമില്ല. ചിലപ്പോൾ എന്നിരുന്നാലും NCERT സിലബസാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ NCERT ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനോ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് എവിടെയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ഈ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ നന്നായി പഠിക്കേണ്ടത്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എവിടെ നിന്നും ചോദ്യം ചോദിക്കാം. ആ NCERT സിലബസ് എവിടെയും ചോദിക്കാം. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സിലബസ് നോക്കി പഠിക്കുക. സിലബസ് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. പക്ഷേ സിലബസ് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. സിലബസ് മാറുന്ന കാര്യം പരീക്ഷയിൽ ചിലപ്പോൾ 1-2 മാസം മുന്നേ ആയിരിക്കും ഒരു അപ്ഡേറ്റ് ചെയ്യുക. ചെറിയ വ്യത്യാസങ്ങൾ. ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഡിലീറ്റ് ചെയ്യാനായിരിക്കും പതിവായിട്ട് ഉണ്ടാവും. പുതിയ ഒരു കാര്യം ആഡ് ചെയ്യാറൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് എക്സാമിന് ഡിലീറ്റ് ചെയ്യാറുണ്ട് അവർ. ഈ സിലബസിൽ വർഷമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ NCERT നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ എജുപോണിൻ്റെ CUTയുടെ ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ വരുന്ന അടുത്ത മാസം നവംബർ 1-ാം തീയതി മുതൽ നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ CUT സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ബെസ്റ്റ് സൊല്യൂഷൻ. കാരണം നമ്മുടെ CUTയുടെ ക്ലാസ്സുകൾക്കിടകളിൽ കൃത്യമായ സൂം സെഷനുകൾ നമ്മുടെ മുൻ വർഷം ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ കൃത്യമായ ക്ലാസ്സസും നിങ്ങൾക്ക് കിട്ടും. എന്ത് ക്ലാസ്സാണെന്നറിയോ? അവരവിടെയുള്ള എക്സ്പീരിയൻസും എങ്ങനെ അവിടെ കിട്ടാം, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കൊടുക്കുന്ന എല്ലാ കാര്യം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓറിയൻറ്റേഷനുകൾ തന്നുകൊണ്ടേയിരിക്കും. വലിയൊരു ഇൻസ്പിറേഷൻ ആൻഡ് വലിയൊരു നമുക്കൊരു മോട്ടിവേഷനാണത്. കാരണം നമ്മളെ കൂടെ പഠിച്ച ആളുകൾ, ഏറ്റവും മികച്ച കോളേജുകളിൽ ഞാൻ പഠിച്ച കുട്ടികൾ ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു മാത്സ് ടീച്ചർ എന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയ സന്തോഷമുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്തൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഈ പുതിയ സിലബസ് വെച്ച് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇതിൻ്റെ ക്ലിയർ കട്ട് അപ്ഡേറ്റ് എവിടെ കിട്ടും? നമ്മുടെ എജുപോണിൻ്റെ CUT എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനൽ, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ നിർബന്ധമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കണ്ട. അതുപോലെ തന്നെ CUTയെ പറ്റി ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ വാട്സപ്പ് ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായി നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിടണം. ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾ അതിൽ വന്നുകൊണ്ടിരിക്കും. എന്നാണ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ്സസ്, വീഡിയോസ്, ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മൾ അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്, നിഹാൽസ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ വന്ന് DM-ൽ എന്നോട് കാര്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ കാണുന്ന എന്ത് ചെയ്യാം നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ബാച്ചിനെ പറ്റിയും എങ്ങനെ പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളൊക്കെ, എനിക്ക് ഇന്ന കോളേജിൽ പഠിക്കാൻ ആഗ്രഹം, അവിടെ എങ്ങനെയാണ് നിഹാൽ സാറെ പഠിക്കണമെങ്കിൽ, അവിടെ ഏത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടത്, അവിടെ ഏത് ഡൊമൈൻ സബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അതൊക്കെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ കമ്മ്യൂണിറ്റി വേഗം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന CUT എഴുതി ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലെത്തി നല്ല ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി നല്ല ഒരു ജോലിയൊക്കെ എടുത്ത് അങ്ങനെ ഒരു ലൈഫ് അടിപൊളിയായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ കരിയറിനെ പറ്റി ഒരു തോട്ടുള്ള ചിന്തയുള്ള ആളുകളാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. നിങ്ങളെ എന്താ പറയുക, മാക്സിമം ഞങ്ങൾക്ക് എത്ര നിങ്ങളെ സഹായിക്കാൻ കഴിയും അത് ആ രീതിയിൽ ഇവിടെ വിത്ത് അഡ്മിഷൻ അത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. എന്താണ് CUT എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ട്, അവർക്ക് നിർബന്ധമായി വീഡിയോ നിങ്ങൾ ഷെയർ കൊടുക്കുക. CUT എക്സാമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനൽ വന്നുകൊണ്ടേയിരിക്കും. സോ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ബാച്ചിന് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുക, അത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ആൻഡ് കൂടുതൽ എൻക്വയറീസും അവിടെ ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞുതരും. വെറുതെ ബാച്ചിൽ ജോയിൻ ചെയ്യിപ്പിക്കലോ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ആയത് നോക്കുക, വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ആ ഒരു സാധനം ഉണ്ടല്ലോ, അക്കാരം ഒക്കെ നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങളൊക്കെ നിങ്ങളെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള കുറച്ച് പക്വതൊക്കെ നിങ്ങൾക്ക് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായി കാര്യങ്ങൾ എടുക്കുക. ഇതൊന്നും വലിയ എന്താ പിന്നെ പഠിപ്പിച്ചുകൾക്ക് മാത്രം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒരുപാട് ആവറേജായി ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്ന ആളുകളുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസായി കാണും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി മറക്കണ്ട, കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പടുത്താനും ലൈഫ് ഒന്ന് ഒരു സേഫാക്കി മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോ വീണ്ടും കാണാം.